നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനായ അൻസാർ നന്മണ്ടയുടെ പ്രഭാഷണത്തിനായി അദ്ദേഹത്തെ ഹാർദമായി ക്ഷണിക്കുകയാണ്. എല്ലാവരും പരമാവധി മുന്നോട്ട് കയറിയിരിക്കാൻ സദസ്സ് ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മളെ ബഹുമാന്യ പണ്ഡിതൻ അൻസാർ നന്മണ്ട സാഹിബ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു വിഷയം അവതരിപ്പിക്കാനായി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ربي اشرح لي صدري ويسر لي أمري. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹാദരണീയരായ സഹപ്രവർത്തകരെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര പാപങ്ങൾ പൊറുക്കപ്പെടുകയും നന്മകൾ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഇൽമിന്റെ, അറിവിന്റെ ഒരു സദസ്സിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയത്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരുമിച്ച് കൂടലുകളും അറബി കോളേജുകളും മതപ്രഭാഷണങ്ങളുമൊക്കെ എന്തിന് എന്ന ചോദ്യത്തിന് ഇതൊക്കെ ആരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ സമുദായത്തിന്റെ താക്കോൽ സ്ഥാനത്ത് ഞങ്ങളാവണം എന്ന വാശി പ്രകടിപ്പിക്കാൻ വേണ്ടിയോ അല്ല ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഇവിടം വിട്ട് മടങ്ങേണ്ടവരാ. ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും റബ്ബ് നിശ്ചയിച്ച സമയം, റബ്ബ് നിശ്ചയിച്ച ദിനം ലോകത്തൊരാൾക്കും മാറ്റാനോ തിരുത്താനോ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല മരണവാർത്തകളും അത്ഭുതത്തോടെ നമ്മളിൽ പലരും ചോദിക്കാറുണ്ട്, ഇതെന്തൊരു മരണമാണ് റബ്ബേ, ഇങ്ങനെയൊക്കെ ഒരു മരണം ഉണ്ടോ എന്ന് ആശ്ചര്യപ്പെടുന്ന രീതിയിൽ
ഒരുപാട് മരണത്തിന്റെ മുൻപിൽ വിറങ്ങലിച്ചു നിൽക്കുന്നവരാണ് ഇന്ന് സമൂഹത്തിലുള്ള ബഹുഭൂരിപക്ഷ കുടുംബങ്ങളും. അതുകൊണ്ടാണ് മുൻകാലഘട്ടത്തിലുള്ള ചില കവികൾ അവരുടെ വാക്കുകളിലൂടെയും അവരുടെ കവിതകളിലൂടെയും വളരെ മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട് ഈ ലോകത്ത് നിന്നുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും. അവരുടെ കവിതകളിൽ കാണാം, വലദ്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ വലദ്ക ഉമ്മുക യബ്ന ആദം. ആദമിന്റെ മക്കളെ, നിങ്ങളുടെ ഉമ്മ പ്രസവിച്ചത് ബാക്കിയ കരയുന്നവനായിക്കൊണ്ട അല്ലേ? ജനിച്ച ഉടനെ കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി മൂകമാകും. ഡോക്ടർമാരും നേഴ്സുമാരൊക്കെ വല്ലാതെ വെപ്രാളപ്പെടും. പ്രസവ വാർഡിന്റെ പുറത്തു നിൽക്കുന്ന കുടുംബക്കാരാ വെപ്രാളം കണ്ട് ചോദിക്കും, എന്തേ? നേഴ്സുമാര് പറയും, ഡെലിവറി കഴിഞ്ഞു, പക്ഷെ കുട്ടി മിണ്ടുന്നില്ല. നിമിഷ നേരം കൊണ്ട് കുട്ടി ആർത്ത് കരയുമ്പോ എല്ലാ മുഖങ്ങളും ചിരിക്കും. പലരും മനസ്സറിഞ്ഞ് അൽഹംദുലില്ല പറയും. അതാണ് കവികൾ പറഞ്ഞതും, വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. അന്ന് നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ നിന്റെ കരച്ചിൽ കണ്ട് ചിരിച്ചതാ. നമ്മളെ കരച്ചിൽ കണ്ട് നമ്മളെ കുടുംബക്കാര് ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ജനിച്ച അന്ന എങ്കിൽ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. നീ തുറന്ന നിന്റെ കണ്ണുകൾ മറ്റൊരാൾ അടയ്ക്കുന്നൊരു ദിനം വരും. നിന്റെ തുറന്നുപോയ വായകൾ മറ്റൊരാൾ അടച്ചു വെക്കേണ്ട ഒരു ദിനം വരും. നീ ധരിച്ച നിന്റെ വസ്ത്രങ്ങൾ മറ്റൊരാൾ അയിപ്പിക്കുന്നൊരു ദിനം വരും. നീ വിസർജിച്ചതിന് പകരം നിന്നെ വിസർജിപ്പിക്കുന്നൊരു ദിനം വരും. ഈ ലോകത്തുള്ള സർവ്വ അധികാരങ്ങളും സർവ്വ അവകാശങ്ങളും ഉപേക്ഷിച്ച് 3 വെള്ളത്തുണിയിൽ നിന്റെ വീട്ടിന്റെ സിറ്റ് ഔട്ടിലോ ഡൈനിങ് ഹാളിലോ നീണ്ടു നിവർന്ന് കിടക്കുന്നൊരു ദിനം. ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. നിന്നെയോർത്ത് നിന്റെ ഭാര്യമാര് തേങ്ങുമ്പോ, നിന്നെയോർത്ത് നിന്റെ ഭർത്താക്കന്മാര് വിതുമ്പുമ്പോ, നിന്റെ മക്കൾ ഓരോരുത്തരും ഹൃദയം പൊട്ടിക്കരയുമ്പോ, ജീവിതത്തിന്റെ അവസാന യാത്രയിൽ നിനക്ക് പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ സിട്ടാവിന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഫഅമൽ ബിനഫ്സിക, നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം. നിന്റെ ഖബറിലേക്കും നിന്റെ പാരത്രിക ലോകത്തേക്കും നിനക്ക് അല്ലാഹുവിനെ കാണിക്കാൻ നിന്റെ അമലുകൾ ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എത്ര എളുപ്പത്തിലാ ഒരു മനുഷ്യൻ അള്ളാന്റെ അടുത്തേക്ക് പോകുന്നത് എന്ന് അമ്പരപ്പിക്കുന്ന ഒരു മരണവാർത്തയാ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. 5 വർഷങ്ങൾക്ക് മുൻപ് പിതാവിന്റെ പേരിലുള്ള കടബാധ്യതയും മാതാവിന്റെ സൂക്കേടും കുടുംബത്തെ വരിഞ്ഞു മുറുക്കിയപ്പോ ഉള്ളതെല്ലാം നുള്ളിപ്പെറുക്കിയ ചെറുപ്പക്കാരൻ പ്രവാസിയായി. 5 വർഷത്തിന്റെ ഇടക്ക് പല ജോലിയും, ഓവർ ടൈം ജോലിയും, 4 മണിക്കൂറോ 3 മണിക്കൂറോ മാത്രം ഉറങ്ങി ആ ചെറുപ്പക്കാരൻ കടബാധ്യതയുടെ പകുതിയിലധികം വീട്ടി. അവസാനം നാട്ടിലുള്ള വാപ്പയും കുടുംബക്കാരും ഒക്കെ ചോദിച്ചു, മോനെ 5 കൊല്ലായിലെങ്ങി പോയിട്ട് ഒന്ന് നാട്ടിലേക്ക് വന്ന് എന്റെ മക്കളെയൊക്കെ ഒന്ന് കണ്ടോ, എന്റെ പെണ്ണിനെയൊക്കെ ഒന്ന് കണ്ടോ? വാപ്പാക്കും ഉമ്മാക്കും എന്നെ കാണാനും ഒരു പൂതിയുണ്ട്. അവസാനം പ്രതീക്ഷയോടുകൂടി കരിപ്പൂര് വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തപ്പോ ആ ചെറുപ്പക്കാരൻ സീറ്റിൽ എഴുന്നേറ്റ് തൊട്ടടുത്തുള്ള ആളോട് ചോദിച്ചു, നമ്മൾ കരിപ്പൂർ എത്തിയില്ലേ? എത്തി എന്ന് അടുത്തുള്ളവൻ പറഞ്ഞപ്പോ അൽഹംദുലില്ലാ എന്നും പറഞ്ഞ ചെറുപ്പക്കാരൻ സീറ്റിന്റെ പിന്നിലേക്ക് ചാരിയിരുന്നു. മിനിറ്റുകൾക്കപ്പുറം ആ ഫ്ലൈറ്റിലുള്ള 148 യാത്രക്കാരും പുറത്തേക്ക് പോയി. ആ കരിപ്പൂർ എയർപോർട്ടിന്റെ മുൻഭാഗത്തെ കമ്പിവേലിയുടെ പറുഭാഗത്ത് വൃദ്ധനായൊരു വാപ്പയും ഉമ്മയും ആ മകനെ കാത്തിരിക്കുന്നുണ്ട്. 5 വർഷത്തിന്റെ വിരഹത്തിന്റെ വേദനയുമായിട്ടൊരു സാധു പെൺകുട്ടി തന്റെ ഭർത്താവിന്റെ പെട്ടിയുന്തി വരുന്ന വരവിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട്.
രണ്ട് ചെറിയ പെൺകുട്ടികൾ ആ കമ്പി പിടിച്ച് തൂങ്ങിയാടിയിട്ട് വാപ്പാനെ പ്രതീക്ഷിക്കുന്നുണ്ട്. പുറത്തേക്ക് വരുന്ന ഓരോ പ്രവാസിയുടെ മുഖത്തേക്കും അടുത്തതിന്റെ മകനാവും, അടുത്തതിന്റെ പിയാപ്പിളയാവും എന്ന പ്രതീക്ഷയോട് നോക്കി നിന്നിട്ടും ആ വിമാനത്താവളത്തിന്റെ ഉള്ളിലുള്ള ഫ്ലൈറ്റിൽ വന്ന മുഴുവൻ പേരും പുറത്തേക്ക് പോയിട്ടും ഈ കുടുംബത്തിന്റെ മകൻ പുറത്തേക്ക് വരുന്നില്ല. വെപ്രാളപ്പെട്ട് കരയുന്ന കുടുംബത്തിന്റെ കരച്ചിൽ കണ്ട് ഡ്രൈവർമാര് അടുത്തേക്ക് വന്നു. കാര്യങ്ങൾ അന്വേഷിച്ചവർ എയർപോർട്ടിന്റെ അധികൃതരുമായി സംസാരിച്ചു. എയർപോർട്ടിന്റെ ആളുകൾ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരനൊരു ഹൃദയാഘാതം വന്നു, അവനെ പെട്ടെന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഈ കുടുംബത്തെയും കൂട്ടി നിങ്ങൾ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുക. കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയുടെ ഐസിയുവിന്റെ മുൻപിൽ ഒരു ജീൻസും ഒരു പച്ചക്കള്ളി കുപ്പായവുമിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് നിന്നും തുണിയൽപ്പം മാറ്റിയിട്ട് ആശുപത്രിക്കാര് ചോദിച്ചു, ഇതാണോ നിങ്ങളുടെ മകൻ? സെക്കൻഡ് വ്യത്യാസത്തിൽ ആ മകനെ വാരിപ്പിടിച്ച് നെഞ്ചിലേക്കിട്ട വാപ്പ കരഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യം ഇന്നും അവിടെയുള്ള ഡ്രൈവർമാര് വേദനയോടെ പറയും. ആ പിതാവ് ചോദിച്ചത്, എന്തിനാ റബ്ബേ എന്റെ മോനെ കൊണ്ടുപോയത്? ഞാനല്ലേ റബ്ബേ ഒരു കാര്യമില്ലാത്തവൻ, ഗുളികം വലി ജീവിക്കുന്നവൻ? എന്തിനാ പടച്ചോനെങ്ങിന്റെ മോനെ കൊണ്ടുപോയത്? എന്തിനാ റബ്ബെങ്ങി ആ പെൺകുട്ടീനെ വിധവയാക്കിയത്? എന്തിനാ റബ്ബെങ്ങിന്റെ പേരക്കുട്ടികളെ എത്തിമക്കളാക്കിയത്? എനിക്ക് ഞങ്ങളിൽ ഒരാളെ കൊണ്ടുപോയാ പോരായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് കരയുന്ന ഒരു നിമിഷത്തിന്റെ ഏതോ ഒരു സെക്കൻഡിൽ ഈ ലോകത്ത് നിന്നും ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ അടുത്തേക്ക് മടങ്ങും. ആ തിരിച്ചുള്ള യാത്ര ലോകത്തിന്റെ സൃഷ്ടാവിന്റെ മണ്ണിലേക്ക് കിടക്കുമ്പോ ആ പടച്ച റബ്ബിന്റെ മണ്ണിൽ 1000 ചോദ്യങ്ങൾ നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയ നബിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും വസലൂലഹു തസ്ബീത്ത്, നിങ്ങൾ ആ കബറിലേക്ക് വെക്കുന്നവർക്ക് തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കണം. എന്താ തസ്ബീത്ത്? ഒരു മനുഷ്യനെ കബറിലേക്ക് വെക്കുകയും ആ കബറിലേക്ക് തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കുകയും ചെയ്യുന്ന സമയം വാനലോകത്ത് നിന്നും റബ്ബിന്റെ മലക്കുകൾ ആ കബറിലേക്ക് ഇറങ്ങി വരും. കബറാളിയെ തട്ടിവിളിച്ച് കബറിന്റെ ഭിത്തിയിലേക്ക് ചാരിയിരുത്തും. എന്നിട്ട് ലോകത്തിന്റെ സൃഷ്ടാവിന്റെ ചില ചോദ്യങ്ങൾ ആ മലക്കുകളിലൂടെ അല്ലാഹു തആല ചോദിക്കും. ആ ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള ശക്തിക്ക് വേണ്ടിയ നമ്മളെ പ്രിയപ്പെട്ട പലരും നമ്മൾക്ക് വേണ്ടി കബറും പുറത്ത് നിന്ന് പ്രാർത്ഥിച്ച് തസ്ബീത്ത് ചൊല്ലുന്നത്. ആ തസ്ബീത്തിന്റെ വാക്കുകൾ നാവുകൾ കൊണ്ട് ഉച്ചരിക്കുന്ന നമ്മളിൽ എപ്പോഴെങ്കിലും ആ വാക്കുകളുടെ അർത്ഥങ്ങളെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടാറുണ്ടോ? 3 പിടി മണ്ണ് തന്റെ പ്രിയപ്പെട്ടവന്റെ കബറിടത്തിലേക്കിട്ട് കബറിലേക്ക് കളച്ചവൻ മണ്ണ് ആ കബറിലേക്ക് നീക്കിയിടുമ്പോ ഒരു ഭാഗത്ത് നിന്നും ഒരാൾ ചൊല്ലിത്തുടങ്ങും, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്ർ അൻ ജംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിത്ഹു ഇൻദ സുആൽ, ഈ ഖബർ കിടക്കുന്നതിന്റെ വാപ്പയാ നിന്റെ ഉമ്മയാ, ഇന്നലെ വരെ തോളപ്പിച്ച് മടമ്പൊപ്പിച്ച് നമസ്കരിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരനാ. അതുകൊണ്ട് റബ്ബേ ഈ ഖബർ കിടക്കുന്ന എന്റെ സുഹൃത്തിനെ എന്റെ വാപ്പാക്കുമ്മാക്ക് സബ്ബിത്ഹു ഇൻദ സുആൽ, നിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള ഒരു കഴിവ് കൊടുക്കണേ നാഥാ. കാരണം പടച്ച റബ്ബിന്റെ മണ്ണിലേക്ക് ഇറക്കി വെക്കുന്ന അന്നു മുതൽ ലോകത്തിന്റെ സൃഷ്ടാവിന്റെ ചോദ്യത്തിന്റെ ഉത്തരം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ തിരിച്ചു കൊടുക്കാൻ നമ്മെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള സർവ്വ ചോദ്യങ്ങളും നമ്മൾ തോൽക്കും. ഒരു ചോദ്യത്തിന്റെ ഉത്തരം പോലും പടച്ച റബ്ബിനോട് നമുക്ക് പറയാൻ കിട്ടൂല. ആദ്യത്തെ ചോദ്യം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട റബ്ബ് തൃപ്തിപ്പെട്ട മറുപടിയായി തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ. അതുകൊണ്ടാ ഒരിക്കൽ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മദീനത്തെ പള്ളിയിൽ വന്ന് കരയുന്നുണ്ട്. കരയുന്ന ഉമർ ഇബ്നുൽ ഖത്താബിന്റെ തോളത്ത് കൈവച്ചിട്ട് സ്വഹാബത്ത് ചോദിക്കും, ഉമറേ എന്തിനാ നിങ്ങൾ കരയുന്നത്? ആ കരയുന്നതിനിടയിൽ ഉമർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിന്നിട്ട് പറയും ഒരു വാക്ക്. അത് പറയുന്നതിന്റെ മുൻപ് ആരാ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ അറിയണം. ഭരണമേറ്റെടുത്ത അന്നു മുതൽ വേഷം മാറി പാവപ്പെട്ടവന്റെ കുടിലുകളിലേക്ക് കയറി ചെന്ന് ഗോതമ്പ് ചാക്ക് സ്വന്തം തോളത്തെടുത്ത് എത്തിച്ചു കൊടുത്ത ലോകം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരി സയ്യിദുനാ. യൂഫ്രട്ടീസ് നദിയുടെ തീരത്തൊരൊട്ടക കുഞ്ഞങ്ങാനും വെള്ളം കിട്ടാതെ കരഞ്ഞാൽ
ഞാൻ എന്റെ റബ്ബിനോട് എന്ത് മറുപടി പറയുമെന്ന് ചോദിച്ച് വിങ്ങിപ്പൊട്ടിക്കരഞ്ഞ ലോകത്തിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സയ്യിദുന. എനിക്ക് ശേഷം റബ്ബെങ്ങാനും ഒരു പ്രവാചകനെ തെരഞ്ഞെടുക്കാൻ പറയുമായിരുന്നെങ്കിൽ ഉമറിന്റെ പേരെ ഞാൻ പറയൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ച പ്രവാചകന്റെ പ്രിയപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്റെ ഉമറെങ്ങാനും ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ ആ വഴിയിൽ പിശാച് പോലും വരാൻ മടിക്കുമെന്ന് ലോകത്തിന്റെ പ്രവാചകനെ കൊണ്ട് പറയിപ്പിക്കുകയും ജാതീയതയും വർഗീയതയും വർണ്ണവെറിയും വർഗവെറിയും തെങ്ങി നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഉച്ചനീചത്വങ്ങളും മനുഷ്യന്റെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മേൽജാതിയും കീഴ്ജാതിയും പരസ്പരം കൊന്നു തിന്നുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പരസ്പര വർണ്ണവെറിയുടെ പേരിൽ ഈ രാജ്യം സമൂഹത്തിന്റെ മുൻപിൽ അപമാനിക്കപ്പെടുമ്പോ ലോകത്തിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഉമറിന്റെ മരണത്തെ ചൂണ്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു, ഈ ജാതീയത മുറ്റി നിൽക്കുന്ന ഇന്ത്യൻ രാജ്യത്ത് ഒരു ഭരണം വേണമെങ്കിൽ അത് ഉമറിന്റെ ഭരണമാണെന്ന് മഹാത്മാഗാന്ധിജിയെ കൊണ്ട് പോലും പറയിപ്പിച്ച സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് മദീനത്തെ പള്ളിയിലിരുന്ന് കരയുമ്പോ സ്വഹാബത്ത് ചോദിച്ചു, ഉമറെ എന്തിനാ കരയുന്ന്? ഉമർ റളിയല്ലാഹുവിന്റെ തിരിച്ചുള്ള മറുപടി, ലോകത്തിന്റെ റബ്ബിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം ഉമറിന് അള്ളാഹു തരാതെ കളയുമോ എന്നെനിക്ക് പേടി തോന്നുന്നു സഹാബത്തെ. എങ്ങനെ? അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം റബ്ബ് ഉമറിന് തരാതെ കളയുമോ എന്നെനിക്ക് പേടി തോന്നുന്നു സഹാബത്തെ. ലോകത്തിന്റെ പ്രവാചകനിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് പോലും ഇത്രത്തോളം ഭയപ്പെട്ടിരുന്നുവെങ്കിൽ എന്റെ മുൻപിൽ ഇരിക്കുന്ന ഇത്രയും മുസ്ലിം സഹോദരങ്ങളോട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും സ്വയം ചിന്തിക്കാൻ വേണ്ടി ചോദിക്കുന്നു, നാളെ ലോകത്തിന്റെ റബ്ബിന്റെ മണ്ണിലേക്ക് മടങ്ങാനാണ് നമുക്ക് വിധിയെങ്കിൽ വൃത്തിയായി വെള്ളക്കുപ്പായത്തിൽ കുളിപ്പിച്ചു കടത്തി പടച്ച റബ്ബിന്റെ മണ്ണിലേക്ക് ചാച്ചു കടത്തി റബ്ബിന്റെ മാർഗത്തിൽ തസ്ബീത്തും ചൊല്ലിത്തന്ന് തിരിച്ചു നടന്നു പോകുന്ന കുടുംബക്കാരുടെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം ആ കബറിലേക്ക് കേൾക്കുന്ന സെക്കൻഡിൽ റബ്ബിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ നമുക്ക് എത്രത്തോളം നമ്മളെ കയ്യിൽ ഉത്തരമുണ്ട്? നല്ലൊരു വിശ്വാസം, നല്ലൊരു കുടുംബം, നല്ലൊരു സാമ്പത്തികം, നല്ലൊരു സ്വഭാവം, ഇതിലേത് ചോദ്യത്തിനാ റബ്ബിനോട് നമ്മൾ ഉത്തരം പറയുക? നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം വിശ്വാസപരമായി അധപ്പതനത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകാൻ പുരോഹിതന്മാര് പണിയെടുക്കുന്ന കാലഘട്ടം അല്ലേ? ആകാശത്ത് കൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് അങ്ങ് മടവൂരിൽ പിടിച്ചിറക്കി ഞങ്ങളെ ഷെയ്ഖ് മടവൂരിലെ പറമ്പിൽ നിന്നും കയറിപ്പോയി എന്ന് കേൾക്കുമ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാ. ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി കൊയിലാണ്ടി കടപ്പുറത്ത് താങ്ങി നിർത്തി ഇനി അങ്ങോട്ട് എന്റെ മുരീദന്മാര് കേറാനുണ്ടാകുമെന്നും അത്രക്ക് സ്പീഡിൽ പോകാൻ പാടില്ലെന്നും തീവണ്ടിയെ ഗുണദോഷിച്ചപ്പോഴേക്കും ഫറോക്ക് എത്തുന്നതുവരെ വ്യത്യസ്തമായ സ്റ്റേഷനുകളിൽ നിർത്തരുത് എന്ന് അതിന്റെ എഞ്ചിനീയർ തീരുമാനിച്ചിട്ടും ഓരോ സ്റ്റോപ്പുകളിലും നിർത്തി എന്റെ മുരീദന്മാർക്ക് തീവണ്ടിയിൽ കയറാൻ സൗകര്യം ചെയ്തു കൊടുത്തു. മടവൂര് ഷെയ്ഖുന എന്ന് കേൾക്കുമ്പോഴേക്കും തക്ബീർ വിളിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളാ. വിവാഹം കഴിഞ്ഞ് 18 കൊല്ലമായിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണിന് ഷെയ്ഖിന്റെ കറാമത്തിന്റെ ഫലമായി ബിരിയാണി കഴിക്കുന്ന ഷെയ്ഖ് കോഴിക്കാലെടുത്ത് പെണ്ണിന് കൊടുത്തപ്പോ പെണ്ണ് കോഴിക്കാൽ കടിച്ച നിമിഷത്തിനുള്ളിൽ 9 മാസം ഗർഭം ധരിച്ചു എന്ന വ്യാഖ്യാനവും കെട്ടുകഥയും നിർമ്മിത കഥയും തുടങ്ങി. ഈ അടുത്ത കാലത്ത് വാദിക്കപ്പെടുന്ന വിശദീകരിക്കപ്പെടുന്ന പുതിയ ചരിത്രം അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിലൂടെ ഒരു കപ്പലത ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്നു. നടുക്കടലിൽ വെച്ച് കപ്പലിന്റെ എഞ്ചിൻ നിലച്ചു പോകുകയും എന്ത് ചെയ്യണമെന്നറിയാതെ വിദേശിയായ കപ്പിത്താൻ പോലും അമ്പരന്ന് നിൽക്കുമ്പോ ആ കപ്പലിലുണ്ടായിരുന്ന ചില ആളുകൾ കപ്പിത്താന്റെ അരികിൽ വന്ന് സൂചിപ്പിച്ചു പോലും, ഭയപ്പെടേണ്ടതില്ല, ഞങ്ങളുടെ മടവൂരിന്റെ പേരിൽ ഞങ്ങൾ 100 കുത്തുബിയത്ത് നേർച്ച ചെയ്തിട്ടുണ്ട്. 100 കുത്തുബിയത്ത് ചൊല്ലി തീരുമ്പോഴേക്കും അതാ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുക്കടലിലൂടെ വടിയും കുത്തിപ്പിടിച്ച് ഒരു മനുഷ്യൻ നടന്നു വന്നു എന്നും അദ്ദേഹം കപ്പലിന്റെ എഞ്ചിന്റെ ഭാഗത്തെ കൂളിയിട്ടെന്നും കയ്യിലുണ്ടായിരുന്ന വടി കണ്ട് എഞ്ചിന് 2 തട്ട് തട്ടിയപ്പോ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ കോഴിക്കോട് കടപ്പുറത്തേക്ക് ഞങ്ങൾ എത്തിയെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന തലേക്കെട്ടുകാരുടെയും പുരോഹിതന്മാരുടെയും കെട്ടുകഥകളിലൂടെ മുസ്ലിം ഉമ്മത്തിനെ മീഡിയകൾ പോലും പരിഹരിക്കാൻ തുടങ്ങി. കേരളത്തിന്റെ ക്യാമ്പസുകളിൽ നിരീശ്വരവാദം വളരാൻ തുടങ്ങി. നിർമ്മിതമാക്കപ്പെടുന്ന കെട്ടുകഥകൾക്ക് മുൻപിൽ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് മുസ്ലിം വാപ്പാന്റെ മക്കളായി ജനിച്ച ഒരു ചെറുപ്പക്കാരൻ പോലും മീഡിയക്ക് മുൻപിൽ വന്ന് പറയാൻ തുടങ്ങി, അഊദു ബിഡിംഗനാഹി,
കാരണം ഈ കേട്ട് തയമ്പിച്ച കെട്ടുകഥകളെക്കാൾ ഡിങ്കന വലുതെന്ന് ചെറുപ്പക്കാര് പരിഹാസത്തോടെ തിരിച്ചു പറയാൻ തുടങ്ങി. അവിടെയാണ് 1400 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിന്റെ പ്രവാചകൻ ഓതിക്കൊടുത്ത മഹത്തായ സന്ദേശം ഇന്നും മുജാഹിദ് പ്രസ്ഥാനം നജാത്ത് പോലെയുള്ള അറബി കോളേജുകളിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ഈ ഉമ്മത്തിനെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യരെ, ഈ ലോകം നിയന്ത്രിക്കുന്ന സിട്ടാവിന്റെ ഉത്തരവാദിത്വം ഒരു ഷെയ്ഖിനെയും ഏൽപ്പിച്ചിട്ടില്ല, ഒരു ബീവിയെയും ഏൽപ്പിച്ചിട്ടില്ല. ഏതെങ്കിലും അജ്മീരിലോ നാഗൂരിലോ മുത്തുപ്പേട്ടയിലോ ഉള്ളാൾ തങ്ങൾക്കോ മടവൂരിലെ തങ്ങൾക്കോ ഈ ലോകത്തിന്റെ അധികാരം ലോകത്തിന്റെ സിട്ടാവ് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. മറിച്ച് 1400 വർഷങ്ങൾക്ക് മുൻപ് മക്കയിൽ നിർമ്മിക്കപ്പെട്ട ഖബറിന്റെ അരികിൽ ചെന്ന് സുജൂദ് ചെയ്യുന്ന അന്നത്തെ മക്കയിലെ ബഹുദൈവ വിശ്വാസികളോട് അള്ളാന്റെ കൽപ്പന വന്നിട്ടുണ്ട്. പ്രവാചകരെ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. പ്രവാചകരെ, എന്നെ പറ്റി അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഖണ്ഡനാടിയുടെ അടുത്തുണ്ട്, ചെരുപ്പിന്റെ വാറിന്റെ അടുത്ത് ഞാനുണ്ട് നബിയെ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നും മുസ്ലിം കുടുംബങ്ങളിൽ ബദരീങ്ങളെ കാക്കണേ, മമ്പർത്തങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് മുതൽ അപസ്മാര രോഗത്തിനും ചികിത്സക്കും വേണ്ടി മന്ത്രിച്ചൂതുന്ന ഏലസുകൾ കയ്യിലും കാലിലും അരയിലും വീട്ടിന്റെ ഉത്തരത്തിലും കെട്ടിത്തൂക്കുന്ന പ്രവണതയുണ്ടെങ്കിൽ ലാ തുശ്രിക് ബില്ലാഹ്. എക്കാലഘട്ടത്തിലും ഈ ഉമ്മത്തിനോട് നമുക്ക് പറയാനുള്ളത്, നാളെ റബ്ബിന്റെ മുൻപിലേക്ക് ചെല്ലുമ്പോ റബ്ബിന്റെ മുൻപിൽ വെച്ച് റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയണമെങ്കിൽ കൽബ് കൊണ്ട് റബ്ബിനെ അറിയണം, കർമ്മം കൊണ്ട് അറിയണം, പ്രവർത്തനം കൊണ്ട് സ്ഥാപിക്കണം. എന്നിട്ട് നെഞ്ചു തൊട്ടിട്ട് റബ്ബിനോട് പറയണം, ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരം, എന്റെ ഇബാദത്ത്, എന്റെ ജനനം, എന്റെ മരണം എന്റെ സിട്ടാവിനാണെന്ന് പറയുന്ന നാവും ഹൃദയവും നമുക്കുണ്ടെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ മണ്ണിലേക്കുള്ള ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് തിരിച്ച് റബ്ബിനോട് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല തൗഹീദിന്റെ വിഷയത്തിൽ. 1921 ഈ കേരളം ഇന്ന് കണ്ട കോലത്തിലല്ലായിരുന്നു. ചരിത്രം പരിശോധിക്കുമ്പോഴും ചരിത്ര ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല സ്വാതന്ത്ര്യത്തിനും വേണ്ടി മുൻഗാമികളായ പല പണ്ഡിതന്മാരും അങ്ങേയറ്റം ത്യാഗം സഹിച്ചിട്ടുണ്ട്. അറിഞ്ഞിട്ടുണ്ടോ ഇസ്ലാമിന്റെ കേരളത്തിലെ ചരിത്രം? 1940കളിലും 1950കളിലും കേരളത്തിൽ ഒരു മുസ്ലിം പെണ്ണിന് പോലും വിദ്യാഭ്യാസം നേടാൻ അർഹതയില്ലായിരുന്നു. ഇന്ന് ഈ സ്റ്റേജിൽ വന്നിട്ടും അല്ലാതെയും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ യശസ്സുയർത്തിക്കൊണ്ട് അറിവിന്റെ വാനലോകത്തെ കുതിച്ചേറുന്ന, വാനലോകത്ത് പറന്നു നടക്കുന്ന പക്ഷികളെ പോലെ പറക്കുന്ന, വിമാനം പോലും നിയന്ത്രിക്കുന്ന വനിതകൾ ഉണ്ടാകുമ്പോ കേരളത്തിലെ മുസ്ലിം പഠിച്ച പെൺമക്കളുടെ മുഖത്ത് നോക്കി ആർജവത്തോടെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാൻ സാധിക്കും, ഞങ്ങളാണ് ഈ സഹോദരിമാരെ വിദ്യാഭ്യാസത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത്. അതോടൊപ്പം 9 മാസം ഗർഭം ധരിച്ച സ്ത്രീ പള്ളിയിലെ മിനാരത്തിന്റെ താഴേക്ക് ചെന്ന് പിഞ്ഞാണത്തിൽ നഫീസത്ത് മാല എഴുതി കുടിച്ചിരുന്നൊരു കാലഘട്ടം, കുഞ്ഞും അമ്മയും പള്ളിമുറ്റത്ത് മരിച്ചുപോയിരുന്നൊരു കാലഘട്ടം, അപസ്മാരം ബാധിച്ച മൈതലിനെ മന്ത്രിച്ചൂതുന്ന ഏലസിൽ മാത്രം വിശ്വാസമേൽപ്പിച്ച് സ്വന്തം മടിയിൽ കിടന്ന് പിഞ്ചു കുഞ്ഞ് പെടഞ്ഞ് മരിച്ചിരുന്ന കേരളത്തിലുള്ള ഒരു കാലഘട്ടം. ജീവിതത്തിന്റെ ഏറ്റവും വലിയ അന്ധവിശ്വാസത്തിലൂടെ, അനാചാരത്തിലൂടെ കിടക്കുന്ന പായയിൽ നിന്ന് ഒരു പെണ്ണെങ്ങാനും അല്പം മാറിക്കടന്നാൽ അവളെ ജിന്നു കൊണ്ടുപോയതാണെന്ന് വിശ്വസിപ്പിക്കുകയും അടിച്ചറക്കാൻ വേണ്ടി ഏതൊക്കെയോ ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് 4 ചുമരിന്റെ ഉള്ളിൽ വിളക്ക് കത്തിച്ചടിച്ചറക്കൽ ചികിത്സ നടത്തി പാവപ്പെട്ട പെൺകുട്ടികളുടെ മാനം കവർന്നൊരു കാലഘട്ടം ഈ കേരളക്കരക്കുണ്ടായിരുന്നു. എങ്ങനെ മാറി? ഒരു പ്രവാചകൻ നിയോഗിക്കപ്പെട്ടതല്ല, കേരളത്തിലേക്ക് ഒരു അമ്പിയാക്കൾ വന്നതല്ല. 1920കളിൽ ഇസ്ലാമിന്റെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസമല്ല യഥാർത്ഥ മതമെന്ന് മനസ്സിലാക്കിയ വക്കം മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, അബുസബാഹ് മൗലവിയെ പോലെ, NV അബ്ദുൽസലാം മൗലവിയെ പോലെ, AP അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, M മുഹമ്മദ് മദനിയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ കേരളത്തിന്റെ മുക്കുമൂലകളിലേക്ക് തൗഹീദിന്റെ വെളിച്ചത്തിന് വേണ്ടി കയറി ചെല്ലുകയും കേരളത്തിൽ ഇതുപോലത്തെ സ്ഥാപനങ്ങൾ തുടങ്ങി കുടുംബങ്ങൾക്കകത്തേക്ക് ദിവ്യ വെളിച്ചത്തിന്റെ പ്രകാശം പരത്തുകയും ചെയ്തപ്പോഴായിരുന്നു ഇന്ന് ആശുപത്രികളും മദ്രസകളും വിദ്യാഭ്യാസവും എന്തിനേറെ പുരുഷന്മാർക്ക് മുടി വളർത്താൻ പോലും
ഈ സമൂഹത്തിൽ അനുവാദം ലഭിക്കപ്പെട്ടതെങ്കിൽ ഇനി അങ്ങോട്ടുള്ള തലമുറക്ക് മുൻപിൽ ആ ആദർശത്തിന്റെ വാഹകര് നമ്മളാണെങ്കിൽ നമുക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ദീന് ഈ സമൂഹത്തിന് അറിയിച്ചു കൊടുക്കാൻ. കാരണം അത്രയേറെ മതബോധം ഇന്ന് കുടുംബത്തിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കാലഘട്ടത്തിൽ അന്ധവിശ്വാസ അനാചാരങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു കേരളത്തിലെങ്കിൽ ഇന്ന് നമ്മളെ നാട് വല്ലാത്തൊരു ലിബറൽ മനോഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാടിക്കുത്തുന്ന തോർത്തുമുണ്ടുകളും മുണ്ടുകളും നാവിനടിയിൽ തിരുകലും മൂക്കിലേക്ക് വലിച്ചുകയറ്റലും ആണത്തമായി ഇന്നത്തെ മക്കളുടെ മനസ്സുകളിലേക്ക് ലിബറലുകൾ കുത്തിവെക്കാൻ തുടങ്ങി. ജീവിതത്തിന്റെ കലാലയങ്ങൾ ക്യാമ്പസുകൾ പോലും കൊലാലയങ്ങളാക്കി മാറ്റാൻ തുടങ്ങി. പേനക്കത്തി കൊണ്ട് സഹപാഠിയുടെ മുതുക്കത്തി ചിത്രം വരച്ച് ചീറ്റിത്തെറിക്കുന്ന ചുടുരക്തം കണ്ട് ആനന്ദ നൃത്തമാടുന്ന രാഷ്ട്രീയ കോമരങ്ങളാണ് കേരളത്തിന്റെ ക്യാമ്പസുകൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. പഠിക്കാൻ വന്ന പാവപ്പെട്ടവന്റെ കാലുകളിൽ കോമ്പസ് കൊണ്ട് കുത്തി പൊടിഞ്ഞ രക്തമെടുത്ത് വിപ്ലവമെന്ന് ചുവരിലെഴുതി ഭയപ്പെടുത്തുന്ന ക്യാമ്പസുകളുടെ കാലഘട്ടം. പഠിക്കാൻ വന്ന സാധുമക്കളെ റാഗിങ്ങിന്റെ പേരും പറഞ്ഞ് ക്ലോസറ്റിലേക്ക്, മനുഷ്യൻ വിസർജിക്കുന്ന ക്ലോസറ്റിലേക്ക് മുഖം പിടിച്ചു താഴ്ത്തി ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ക്യാമ്പസുകളായി കേരളത്തിലെ ക്യാമ്പസുകൾ മാറി. ഓരോരുത്തരും ആണത്വം പ്രകടിപ്പിക്കുന്നത് വയലൻസിലൂടെയും ലഹരിയിലൂടെയും. ഒരു ഭാഗത്ത് ലഹരി എന്ന മഹാവിപത്ത് നമ്മളെ തലമുറകളെയും മക്കളെയും കാർന്നു തിന്നുമ്പോ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു മാതാവ് കേരളത്തിലെ മീഡിയക്ക് മുൻപിൽ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, 10 മണിക്ക് ശേഷം വീട്ടിലേക്ക് വരുന്ന എന്റെ ആൺകുട്ടിക്ക് മുൻപിൽ വാതിൽ തുറക്കാൻ ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്ന്. എന്റെ മുൻപിലേക്ക് വാതിൽ തുറക്കാൻ ചെല്ലുമ്പോ എന്റെ മേക്സിയുടെ കഴുത്തിന്റെ ഭാഗം കൂട്ടിപ്പിടിച്ചിട്ട് ഞാൻ എന്റെ മകന് വാതിൽ തുറന്നു കൊടുക്കാറുള്ളൂ എന്ന് ഒരമ്മയും ഒരുമ്മയും ഒരു സഹോദരിയും പറയുന്നുണ്ടെങ്കിൽ അത്രമാത്രം ഹതഭാഗ്യകളായി അങ്ങേയറ്റത്തിന്റെ ലഹരിയുടെ ബാധയിലേക്ക് ഈ കേരളത്തിന്റെ മക്കളെ കൊണ്ടുപോകാൻ സാധിച്ചു. ആർക്ക്? ലിബറലുകൾക്ക്. ആരാണ് ആ ലിബറലുകൾ? മനുഷ്യന്റെ മതവിശ്വാസത്തിൽ കത്തിവെച്ചു തുടങ്ങിയ ലിബറൽ വാദികൾ. ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മതബോധമാ, അല്ലേ? ഞാൻ എന്തുകൊണ്ടാ കള്ളു കുടിക്കാത്തത്? എന്റെ പിതാവ് എന്നോട് നിർബന്ധിക്കാത്തതോ നിർബന്ധിച്ചതോ കൊണ്ടല്ല. എന്റെ മതം എന്നെ പഠിപ്പിച്ചു എനിക്ക് കള്ള് ഹറാമാണ് എന്ന്. ഇന്നല്ലാഹ ഹറമ അലൈക്കുമുൽ ഖംരി വൽ മൈസിരി. അല്ലാഹ് നിങ്ങൾക്ക് കള്ളും ചൂതാട്ടവും നിഷിദ്ധമാക്കി എന്ന് റബ്ബ് എന്നെ പഠിപ്പിച്ചു. ഞാൻ എന്തേ വ്യഭിചരിക്കാത്തത്? എന്റെ വേദഗ്രന്ഥം എന്നെ പഠിപ്പിച്ചു ലാ തഖ്റബുസ് സിനാ ഇന്നഹു കാന ഫാഹിശത്തൻ വസാഅ സബീല. അതേറ്റവും മ്ലേച്ഛമാണെന്ന്. ഞാൻ എന്തേ അന്യന്റേത് കുത്തിപ്പിടിച്ചു വാങ്ങാത്തത്? എന്റെ ഖുർആനും റബ്ബും എന്നെ പഠിപ്പിച്ചു വൈലുൽ ലിൽ മുത്തഫിഫീൻ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർ അങ്ങേയറ്റം നാശം പിടിച്ചവരാണെന്ന്. ഞാൻ എന്തിനാ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത്? എന്റെ റബ്ബ് എന്റെ ഖുർആനിലൂടെ പഠിപ്പിച്ചു വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന്. ഞാൻ എന്തിനാ അയൽവാസിയെ ബഹുമാനിക്കുന്നത്? എന്റെ റബ്ബ് എന്നെ പഠിപ്പിച്ചു നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അയൽവാസിയോട് മാന്യമായി പെരുമാറുന്നവനാണെന്ന്. എങ്കിൽ ശരി, ആ മതം ഞാൻ വിട്ടെന്ന് കരുതിയേക്കുക. ആ മതം ഞാൻ ഒഴിവാക്കി എങ്കിൽ എനിക്ക് കുടിക്കാം, എനിക്ക് പെണ്ണുപിടിക്കാം, എനിക്ക് തോന്നിവാസിയാവാം, എനിക്ക് ഏത് പെണ്ണിന്റെ പിന്നാലെയും പോകാം, എനിക്ക് എന്റെ ശരീരത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തു തോന്നിവാസത്തിലേക്കും എത്താം. ആ ചിന്തകളിലേക്കാണ് ഇവിടെയുള്ള ലിബറലുകൾ നമ്മളെ മക്കളെ കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ടാ ഇന്നത്തെ പെൺമക്കളും ആൺമക്കളും പറയുന്നു മൈ ബോഡി മൈ ചോയ്സ്. എനിക്ക് എന്റെ ഇഷ്ടങ്ങളുണ്ട്, എന്നെ നിർബന്ധിക്കരുത്. എനിക്കതാണ് താല്പര്യമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. കേരളത്തിലെ 2 പെൺകുട്ടികൾ ഒരുമിച്ച് കല്യാണം കഴിച്ചു. സങ്കടപ്പെട്ട മാതാപിതാക്കൾക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്തു. 16ഓളം ആണും കല്യാണം കഴിക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. വിവാഹം കഴിക്കലും മക്കളുണ്ടാക്കലും ഗർഭം ധരിക്കലും മുലയൊട്ടലുമൊക്കെ കാലഹരണപ്പെട്ട പഴഞ്ചൻ വിശ്വാസമാണെന്ന് ലിബറൽ വാദികൾ നമ്മളെ പെൺമക്കളുടെ മനസ്സിൽ കുത്തിവെച്ചു. അതിന്റെ പരിണിത ഫലമോ 25-27 വയസ്സായിട്ടും പെൺമക്കൾക്ക് കല്യാണം വേണ്ട. പ്രതീക്ഷയോടെ കൊണ്ടുവരുന്ന പല ആൺകുട്ടികൾക്ക് മുൻപിലും ഉമ്മാനോട് പെൺമക്കള് വാശി പിടിച്ചു പറഞ്ഞു എനിക്ക് പഠിക്കണം, പഠിച്ചിട്ട് ജോലി വാങ്ങണം, എന്നിട്ട് എനിക്ക് ജോലിക്ക് പോകണം, എന്നിട്ട് ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും, അതനുസരിച്ചിട്ടുള്ള പുതിയാപ്ലമാരെ മതി. അതിന് സാധിക്കുന്നില്ലേ? എനിക്ക് വിവാഹം കൊണ്ട് കിട്ടേണ്ടത് വിവാഹമല്ലാതെയും കിട്ടിത്തുടങ്ങും.
അങ്ങനെ വന്നു. ഇന്ന് കേരളക്കരയിൽ ലിവിംഗ് ടുഗദറുകൾ, ബെസ്റ്റികൾ, ഡേറ്റിംഗുകൾ, അതിൻ്റെതായ സങ്കടങ്ങൾ. മംഗലാപുരത്ത് പഠിക്കാൻ പോയ വിദ്യാർത്ഥി പെൺകുട്ടി അവധി കിട്ടിയതിന്റെ 3-ാമത്തെ ദിവസം കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഫ്ളാറ്റിൽ ആൺ സുഹൃത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷിതാക്കളെ, ഈ പോക്ക് ഗൗരവത്തിലെടുക്കണം. ഈ പോക്ക് അപകടത്തിലേക്കാ. നാളെ പത്രത്തിൽ വായിക്കുന്ന പല കഥകളും വീട്ടിന്റെ അകത്തളത്തിൽ കാണുമ്പോ നെഞ്ചു പൊട്ടിക്കരയുന്ന ഒരു സങ്കടം നമുക്ക് വരാതിരിക്കണമെങ്കിൽ അറിഞ്ഞ് പണിയെടുക്കണം. കുടുംബത്തിന്റെ ഇടയിൽ, മക്കൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ. അല്ലെങ്കിൽ ഈ ദീനിനെയും കുടുംബത്തെയും നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം നാളെ റബ്ബിന്റെ മുൻപിൽ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്ന് വരെ ഒരു ജാറത്തിങ്കൽ പോകാത്തവരെ, ഒരു മക്ബറയും മൂടാത്തവരെ, ഏതെങ്കിലും മന്ത്രിച്ചൂതുന്ന ഏലസിന് വേണ്ടി കാത്തു നിൽക്കാത്തവരെ, ഒരാൾക്ക് മുൻപിലേക്കും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അന്ധവിശ്വാസത്തിന്റെ ജീവിതം കൊടുക്കാത്തവരെ, മടിയിട്ട വെള്ളത്തിന് വേണ്ടി കാത്തു നിൽക്കാത്തവരെ, പരിശുദ്ധ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവരെ, അള്ളാഹുവിന്റെ കഅബാലയം, അള്ളാഹുവിന്റെ മാർഗത്തിൽ തവാഫ് ചെയ്തവരെ, നിങ്ങൾ നിങ്ങളെ മാത്രം രക്ഷപ്പെടുത്തിയ പോരാ. ഞാൻ പള്ളിക്ക് പോകും, മക്കളെ കിട്ടാറില്ല. ഞാൻ ഖുർആൻ ഓതും, മക്കളെ കിട്ടാറില്ല. ഞാൻ ഖുർആൻ ക്ലാസ്സിന് പോകും, എന്റെ മക്കളെ കിട്ടാറില്ല. അങ്ങനെ പോരാ. അത് ദുനിയാവിൽ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള വാക്ക. ലോകത്തെയും നിങ്ങളുടെ മക്കളെയും നമ്മെയും സൃഷ്ടിച്ച റബ്ബിന്റെ മുൻപിൽ നിങ്ങൾക്കത് കാരണമായി പറയാൻ സാധിക്കുകയില്ല. കാരണം ലോകത്തിന്റെ റബ്ബ് തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം തന്നത്, നിങ്ങൾക്ക് അല്ലാഹു വായു തന്നത്, നിങ്ങൾക്ക് അല്ലാഹു വീട് തന്നത്, നിങ്ങൾക്ക് അല്ലാഹു പണം തന്നത് നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ. അതുകൊണ്ട് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കണം. എങ്ങനെയുള്ള അഗ്നി? വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഒരു വാപ്പാന്റെ കരച്ചിലും റബ്ബ് പരിഗണിക്കാത്ത റബ്ബിന്റെ മഹ്ശറ, ഒരു ഉമ്മയുടെ ഏങ്ങലടിയും റബ്ബ് പരിഗണിക്കാത്ത റബ്ബിന്റെ മഹ്ശറ, ഒരു മക്കളുടെ വാവിട്ട നിലവിളിയും പരിഗണിക്കപ്പെടാത്ത റബ്ബിന്റെ മഹ്ശറ. ആ മഹ്ശറയിൽ അള്ളാഹുവിന്റെ മലക്കുകൾ നടപ്പിലാക്കുന്ന ശിക്ഷക്ക് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കണം. അതിനെന്ത് വേണം? കുടുംബത്തിൽ ദീനീ ചിട്ടകൾ കൊണ്ടുവരണം. മക്കളിലേക്ക് ദീനിന്റെ പാഠങ്ങൾ അറിയിച്ചു കൊടുക്കണം. പക്ഷെ ഇന്ന് ദീനിന് എല്ലാവർക്കും കൈവിടാനാ താല്പര്യം. ദീനിൽ അല്ലാഹു തആല എന്തു പറയുന്നോ അതിന്റെ നേരെ മറുഭാഗം. ചിന്തിച്ചു നോക്കൂ. മദ്രസകളും അറബി കോളേജുകളും ഒക്കെ കുട്ടികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പല വേദികളിലും ഞാൻ എന്റെ ജീവിതത്തിന്റെ തീരുമാനത്തിൽ ഇന്ന് എത്തിപ്പെടാനുള്ള സാഹചര്യം പറയാറുണ്ട്. പ്രത്യേകിച്ച് ഈ സദസ്സിൽ എനിക്ക് പറയാൻ വല്ലാത്തൊരു സന്തോഷമുണ്ട്. കാരണം 6 വർഷം മക്കളെപ്പോലെ സ്നേഹിച്ചിരുന്ന 2 അധ്യാപകരെ ഞാൻ ഈ ക്യാമ്പസിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട മൊയ്തീൻ സ്വലാഹയും മൊയ്തീൻ കോയ മദീനിയും. 1999 SSLC കഴിഞ്ഞ് ഇനി എന്ത് എന്നുള്ള വെപ്രാളത്തിനിടയിൽ പിതാവിനോട് ആരോ പറഞ്ഞു കൊടുത്ത ഒരു സ്ഥാപനത്തിന്റെ പേരിൽ ഞാൻ അങ്ങനെ എത്തിപ്പെട്ടതാണ് ഒരു അറബി കോളേജിൽ. കയറി വന്ന ആദ്യത്തെ ചോദ്യം, എന്താണ് തൗഹീദ് എന്ന്? എന്താണ് തൗഹീദ് എന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. അവിടുന്ന് ഇങ്ങോട്ട് 6 കൊല്ലത്തിന്റെ ഇടക്ക് ജീവിതത്തിന്റെ പല അറിവുകളും എനിക്ക് കിട്ടാൻ സാധിച്ചു. ഇന്ന് ഏത് വേദിയിൽ ഞാൻ കയറി നിൽക്കുമ്പോഴും തൗഹീദിന്റെ വാക്കുച്ചരിക്കുമ്പോഴും കുടുംബത്തിന്റെ വാക്കുകൾ ഞാൻ പറയുമ്പോഴും മനുഷ്യൻ എന്റെ വാക്കുകൾക്ക് കാതോർക്കുന്ന ചെവിയുണ്ടെങ്കിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഞാൻ ഈ സംസാരിക്കുന്നതിന്റെ കൂലി ഈ കിരിക്കുന്ന മനുഷ്യരിൽ പലർക്കും കിട്ടുന്നുണ്ട്. എന്റെ മാതാപിതാക്കൾക്ക്, എന്റെ പ്രിയപ്പെട്ട അധ്യാപകർക്ക്, എനിക്ക് ഭക്ഷണം തന്ന ആ സ്ഥാപനത്തെ സ്നേഹിച്ചിരുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക്, ചുങ്കത്തറയിലെ നജാത്തിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ ഇന്ന് കേരളത്തിന്റെ നിരവധി മെമ്പറുകൾ കീഴടക്കുന്നുണ്ട് എങ്കിൽ അവർക്കൊക്കെ പറയുന്ന വാക്കിന്റെ പിന്നിൽ 1000 നന്മകൾ രേഖപ്പെടുത്തപ്പെടുമ്പോ അവരിലേക്ക് അതെത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ച അധ്യാപകർക്കും സാമ്പത്തിക സഹായം നൽകിയവർക്കും കൃത്യമായ റബ്ബിന്റെ തീരുമാനത്തിന്റെ നന്മ അവർക്കും ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇതര ആൾക്കാരുടെ മനസ്സിൽ കരടായി മാറുന്നതും വർഗീയതയും ഫാസിസവും മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് മദ്രസ തീവ്രവാദ കേന്ദ്രമായതും
അറബിക് കോളേജുകൾ വർഗീയതയുടെ അടയാളങ്ങളാറിയതും പെൺകുട്ടികളുടെ ശിരോവസ്ത്രവും പർദ്ദയും അവർക്ക് ഭയപ്പാടുണ്ടാക്കിയതും ആൺകുട്ടികളുടെ താടിയും തലപ്പാവും അവർക്ക് ഭയം സൃഷ്ടിക്കുന്നതും ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാ. ഓരോ അറബിക് കോളേജിൽ നിന്നും ഓരോ മദ്രസകളിൽ നിന്നും ജീവിതത്തിൽ മനുഷ്യന്റെ നന്മയുടെ ഭാഗത്തേക്ക് മക്കൾ പടർന്നു കയറുമ്പോ ജീവിതത്തിൽ നന്മ എന്തെന്നറിയാത്ത ആളുകളെ കൊല്ലാൻ മാത്രം ശീലിച്ചിരുന്ന കാപട്യത്തിന്റെയും അക്രമത്തിന്റെയും ജീവിതത്തിന്റെ വിത്തുകൾ പാകുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും നാടിന്റെ ശത്രുക്കൾക്കും അതൊരു വേദനയായി തോന്നിയേക്കും. പക്ഷെ അവിടെ നമ്മളത് ജീവിതത്തിൽ സങ്കടമായിട്ട് കാണേണ്ടതില്ല. പരിശ്രമിക്കണം, പണിയെടുക്കണം. നമ്മളെ മക്കളിലേക്ക്, കുടുംബത്തിലേക്ക് ദീനിന്റെ ചിട്ടകൾ എത്തിക്കാൻ. അവിടെയാണ് ഇന്ന് ചില രക്ഷിതാക്കൾ അമ്പേ പരാജയപ്പെട്ടു പോയതും. എങ്ങനെ? മതത്തിന്റെ കാര്യങ്ങൾക്ക് പകരം സ്വന്തം ഇഷ്ടങ്ങൾക്ക് പിന്നാലെ ഓടാൻ തുടങ്ങി. അതിന്റെ പരിണിത ഫലമോ ഇന്ന് പല മദ്രസകളിലും അറബിക് കോളേജുകളിലേക്കും മക്കളെ പറഞ്ഞേക്കാൻ പറയുമ്പോ ചില രക്ഷിതാക്കളെങ്കിലും പറയാറുണ്ട്, മക്കൾക്ക് ദീനൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി എന്ന്. അത് പറഞ്ഞു കൊടുക്കാൻ മാത്രമുള്ള എന്ത് അറിവാണ് മാതാപിതാക്കളെ നമ്മളെ മനസ്സിലുള്ളത്? നമുക്ക് സനത് എന്താണെന്നറിയോ? നമുക്ക് മത്തിനെന്താണെന്നറിയോ? നമുക്ക് ഇസ്ലാമിന്റെ ഒരു കാര്യത്തിൽ എന്താ ഇസ്ലാമിന്റെ പ്രമാണം എന്നറിയോ? ഇന്ന് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം മാനകമായ അവസ്ഥ സൃഷ്ടിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചകളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോ ഈ സമൂഹത്തിന്റെ മാറ്റത്തിന് നമ്മളെ കുടുംബത്തിൽ നിന്നും ഒരു പടവാള് വേണം, ഒരു പടവാള് വേണം. അബ്ദുല്ലാഹ് ബിൻ സുബൈർ എന്ന മകനെ വിളിച്ച്, മോനെ, അസ്മാ എന്ന ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ അബ്ദുല്ലാ, നീ യുദ്ധത്തിന് പോണം, നീ വിട്ടുകൊണ്ട് ഷഹീദായി എന്ന് കേൾക്കുമ്പം ഒരുപക്ഷെ ഉമ്മ കരയും. പക്ഷെ കരയുന്നത് സന്തോഷം കൊണ്ടായിരിക്കും. മോനെ, നിന്നെ വെട്ടുമ്പം അവര് നിന്റെ വസ്ത്രം നോക്കി വെട്ടിയാൽ, ഒരുപക്ഷെ നിന്നെ വെട്ടിമാറ്റുമ്പം നിന്റെ ശരീരത്തിന്റെ വസ്ത്രങ്ങളുടെ കുറവ് കാരണം നിന്റെ ഔറത്ത് പുറത്ത് കാണുന്നുണ്ടെങ്കിൽ നിന്റെ പിതാവിന്റെ നീളത്തിലുള്ള കുപ്പായം നിന്നെ ധരിപ്പിക്കും ഉമ്മ, എന്നിട്ട് നിന്നെ ഞാൻ മറമാടൂ എന്ന് അബ്ദുള്ളയുടെ മുഖത്ത് നോക്കി ആവേശം കൊടുത്ത അസ്മാ റളിയല്ലാഹു അൻഹായുടെ പാരമ്പര്യമുള്ള ഉമ്മമാരാണ് ഉമ്മാരെ നമ്മൾ ഓരോരുത്തരും. മകൻ സഈദ് യുദ്ധത്തിന് പോകാൻ ഇറങ്ങുമ്പോ, നീ പോകണ്ട മോനെ, വാപ്പാക്ക് ഇനിയും കാലം കുറവാണ്, ഉപ്പ പങ്കെടുക്കാം യുദ്ധത്തിലെന്ന് പറഞ്ഞപ്പോ പിതാവിന്റെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ച് സഈദ് എന്ന പ്രവാചക സ്വഹാബി തിരിച്ചു പറഞ്ഞ വാക്കുണ്ട്, വാപ്പാ ഹൈസമാ, നിങ്ങൾ എന്നെ ജനിച്ച അന്ന് മുതൽ മോഹിപ്പിക്കുന്നതാണ് സ്വർഗം. എന്റെ പിതാവിന്റെ നാവുകളിലൂടെ ഞാൻ കണ്ട സ്വർഗം എന്ന സ്വപ്നം എനിക്ക് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഈ യുദ്ധത്തിൽ ഞാൻ വിട്ടുകൊണ്ട് ഷഹീദായി എന്ന് താങ്കൾ അറിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ വാപ്പാ, റബ്ബിന്റെ സ്വർഗത്തിൽ ഈ സഈദ് നിങ്ങളെ കാത്തിരിക്കും. ഇതായിരുന്നു മുസ്ലിമീങ്ങളുടെ പാരമ്പര്യമെങ്കിൽ നാളെ കേരളത്തിന്റെ മുക്കുമൂലകളിലേക്ക് ലിബറലുകൾ കയറി വരുമ്പോ, തലേക്കെട്ടുകാരൻ വിവരക്കേട് പുലമ്പുമ്പോ, ഗർഭം ധരിക്കുന്ന പെണ്ണിനെ പ്രസവിക്കാൻ വീട്ടുമതി എന്ന് വാദിച്ച് ഒരു ബ്ലേഡ് കൊണ്ട് പെണ്ണിന്റെ പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റി ഒരു തലേക്കെട്ടുകാരൻ ഒരു പെൺകുട്ടിയെയും കുഞ്ഞിനെയും കൊല്ലുമ്പോ അവർക്ക് നടുവിൽ പടവാളെടുത്ത് ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മളെ കുടുംബത്തിൽ ഒരു ചുങ്കത്തറയിൽ അറബിക് കോളേജിൽ നമ്മളെ മക്കളുണ്ടാവണം. നമ്മളെ സമൂഹത്തിൽ അതേയുള്ളൂ ഇനി നമുക്ക് ഈ സമൂഹത്തോട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം. എന്റെ ജീവിതത്തിൽ ഇന്ന് നേരം വെളുത്തപ്പോ അപ്രതീക്ഷിതമായി എന്റെ കുടുംബത്തിൽ ഒരു മരണമുണ്ടായി. ഞാൻ അതിന്റെ ഒരു സന്തോഷമാണ് പറയുന്നത്, മരണത്തിൻ്റെതല്ല. രാവിലെ സ്കൂളിലേക്ക് എത്തിയപ്പോഴാണ് മരണവാർത്ത അറിയുന്നത്. പെട്ടെന്ന് ഞാൻ തിരിച്ചു പോരുമ്പോ എന്റെ ഖുതുബയുടെ പള്ളി മിമ്പറിൽ ഇനി ആര് കയറും എന്നൊരു ബേജാറ്. പക്ഷെ നിമിഷ നേരം കൊണ്ട് കേരളത്തിൽ ഒരു അറബിക് കോളേജിലേക്ക് വിളിച്ചു. കൃത്യമായ ആ സമയത്തേക്ക് ഒരു പ്രാസംഗികൻ, ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഖതീബ് ആ പള്ളിയിലേക്ക് എത്തി. പ്രിയപ്പെട്ടവരെ, നമ്മളെ നാട് 1000 മെമ്പറുകളാൽ അലങ്കരിക്കപ്പെട്ടതാ. പല നാടും നമസ്കരിക്കാൻ വെപ്രാളപ്പെടുകയാ. കഴിക്കാൻ ഭക്ഷണം കിട്ടാതെ ഒട്ടകത്തിന്റെ ചാണകം ഉണക്കിത്തുന്ന സുഡാനുകൾ ഇന്നും ഈ ലോകത്തിന്റെ ഭാഗത്തുണ്ട്. കയറി ചെന്ന് കാലുവെക്കാൻ ഒരു തരി മണ്ണ് കിട്ടാതെ നടുക്കടലിൽ പച്ചമീനും ഉപ്പുവെള്ളവും കുടിച്ച് ആ കടലിൽ മരിച്ചു വീഴുന്ന റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുണ്ട്. 498 മക്കൾ ഫലസ്തീനിന്റെ മണ്ണിൽ ഭക്ഷണം കിട്ടാതെ പട്ടിണി കടന്നു മരിച്ചിട്ടുണ്ട്. എങ്കിൽ ഭക്ഷണം കൊണ്ടും അറിവ് കൊണ്ടും ഇൽമ കൊണ്ടും ആരോഗ്യം കൊണ്ടും പണം കൊണ്ടും റബ്ബ് നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് തിരിച്ച് റബ്ബിന് കൊടുക്കാനുള്ളത് നമ്മളെ മക്കളും കുടുംബവുമാ. ദീനെന്ന മഹത്വമാ, അത് മക്കളിലൂടെ കുടുംബത്തിലൂടെ ഈ സമൂഹത്തിന്റെ വെളിച്ചമാകാൻ വിട്ടുകൊടുക്കണം. നാളെ നമ്മൾ മരിച്ചാലും നമ്മളെ ഖബറിലേക്ക് അവരുടെ വാക്കുകളെ കൊണ്ട് പുണ്യം വരുന്നുണ്ടെങ്കിൽ ആ പുണ്യം നമ്മൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ടാ റബ്ബ് ഓർമ്മപ്പെടുത്തിയതും അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. വാപ്പാന്റെ കൂടെ ഇശാ ജമാഅത്തിന് നമസ്കരിച്ച 4 ആൺമക്കൾ
സുബഹിന്റെ സമയത്തിന്റെ മുൻപേ പടച്ചോന്റെ അടുത്തേക്ക് അള്ള തിരിച്ചുണ്ടോയിട്ടുണ്ടെങ്കിൽ അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ മക്കൾ അലങ്കാരമാ. ആ അലങ്കാരത്തെ ആഖിറത്തിന് വേണ്ടി വെളിച്ചമുള്ളതാക്കണം, ആഖിറത്തിന് വേണ്ടി ഒരുക്കണം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ഞാൻ ഇനി എത്ര കാലം പ്രസംഗിച്ചാലും മറ്റാരേക്കാളും കൂലി പോകുന്നത് എന്റെ മാതാപിതാക്കൾക്കാ. ബസ് കണ്ടക്ടർ എന്റെ വാപ്പയും എന്റെ വീട്ടിലുള്ള ഉമ്മയും കൂടി എന്റെ ജീവിതത്തിലെടുത്തൊരു തീരുമാനം, മരിച്ചാലും അവർക്ക് കിട്ടുന്ന കൂലിയുടെ ബാക്കിയാ. ഈ അധ്യാപകന്മാർ, ഈ പ്രിയപ്പെട്ട എന്റെ അധ്യാപകന്മാർ എന്റെ ഹൃദയത്തിലേക്ക് ഏൽപ്പിച്ചു തന്ന അറിവ് ഇന്നും 100 സ്റ്റേജുകളിലൂടെ നിങ്ങളെ മനസ്സിലേക്ക് ഞാൻ എത്തിച്ചു തരുന്നുണ്ടെങ്കിൽ, ഇതൊന്നും അറിയാതെ ഇശാ നമസ്കരിച്ച് അല്പം കഞ്ഞിയും കുടിച്ച് 2 പേരും റൂമിൽ കയറി കിടക്കുന്നുണ്ടെങ്കിൽ, ആ കിടത്തത്തിൽ അവർ തിരിച്ചങ്ങ് അള്ളാന്റെ അടുത്തേക്ക് പോയാലും ഞാൻ ഉറപ്പിക്കുന്നു, എന്റെ നാവും എന്റെ ജീവിതവും എത്ര കാലം ചലിക്കുന്നുണ്ടോ അത്രയും കാലം അവർക്ക് ഖബറിലേക്ക് കൂലിയുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അത് ആഗ്രഹിക്കണം, അത് സ്വപ്നം കാണണം, അത് പ്രതീക്ഷിക്കണം. 10-28 കുട്ടികളിലധികം ഈ സ്റ്റേജിൽ നിന്നും ഖുർആനിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് അവരുടെ ട്രോഫിയും വാങ്ങി ഉമ്മാന്റെ കയ്യും പിടിച്ചിറങ്ങി പോകുമ്പോ ഉള്ളിലുണ്ടാകുന്ന ഒരു ആത്മനിർവൃതിയില്ലേ, അത് കേരളത്തിലുള്ള ഒരു ഉമ്മാക്കോ വാപ്പാക്കോ മാത്രം അവകാശപ്പെട്ടതല്ല. ഓരോ ഉമ്മമാർക്കും വാപ്പമാർക്കും അത് കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മളെ മക്കൾ ദീനീ രംഗത്തുണ്ടാകണം, ദീനിന്റെ പടവാളുകളാവണം. ദീനിനെ ഈ സമൂഹത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മക്കളാവണം. ആ തിരിച്ചറിവുണ്ടാകുമ്പോഴേ അറബിക് കോളേജുകൾ നന്നാവൂ, നമ്മളെ പണം നല്ല രീതിയിലേക്ക് ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. ആ ഒരു മനസ്സോടുകൂടി ഈ സ്ഥാപനത്തെയും അതോടൊപ്പം വരാനിരിക്കുന്ന ഒരു അധ്യയന വർഷത്തിൽ നമ്മളെ മക്കൾ ഒരു ഹർഫെങ്കിലും പഠിക്കാൻ എന്റെ മക്കൾ ഉണ്ടാവണം. അതാണ് എന്റെ ഗുണം. ഈ പറഞ്ഞതിനൊന്നും ഭൗതിക വിദ്യാഭ്യാസം വേണ്ട എന്നല്ല. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രാസംഗികന്മാരിൽ പലരും ഭൗതിക വിദ്യാഭ്യാസം നേടിയവര് തന്നെയാ. ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ളവരൊക്കെയുണ്ട്. അതോടൊപ്പം തന്നെ ദീനിന്റെ ഭാഗത്തേക്ക് ഇടപെടുന്നവരുമുണ്ട്. നമ്മളെ മനസ്സ് നന്നായാൽ, നമ്മളെ നിയ്യത്ത് നന്നായാൽ പടച്ചോൻ എല്ലോ ഹയറാക്കി തരും. പരിഹസിക്കപ്പെടേണ്ട. 2000 ജാമിയയിൽ വരുമ്പോ ആളുകൾ എന്നോട് ചോദിച്ചു, ഈ മൊയ്ലിയാരാവാൻ പോയതാ, ഈ മൊയ്ലിയാരാക്കാൻ വിട്ടത് എന്റെ വാപ്പ എന്ന് ചോദിച്ചവരിൽ നിന്ന് ഇന്നെന്നെ കാണുമ്പം കൈ പിടിച്ച് സലാം പറഞ്ഞ് പടച്ചോൻ തന്നൊരു ബർക്കത്താണടോ എന്ന് പറയുന്നുണ്ടെങ്കിൽ, നാളെ മക്കളുടെ തീരുമാനമെടുക്കുമ്പോ മനസ്സ് പതറാൻ പാടില്ല. ആളുകൾക്ക് മുൻപിൽ കളിയാക്കപ്പെട്ടാലും മനസ്സ് ചാഞ്ചാടാൻ പാടില്ല. ഹൃദയം തുറന്ന് റബ്ബിനോട് പറയണം, നാദാ എന്റെ മക്കളിൽ നിന്ന് കൺകുളിർമയുണ്ടാവണം റബ്ബേ. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച് റബ്ബിലേക്ക് അടുത്താൽ നാഥൻ തരും മനസ്സിന്റെ ബലവും തീരുമാനത്തിന്റെ ഭംഗിയും. ആ തിരിച്ചറിവിനാകട്ടെ ഈ ഒരു പ്രഖ്യാപന സമ്മേളനം എന്നോർമ്മപ്പെടുത്തുന്നതോടൊപ്പം നേരത്തെ ബഹുമാന്യ സുഹൃത്ത് ഷാക്കിർ ക സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഥാപനം നിലനിന്നു പോകണമെങ്കിൽ വലിയ പ്രയാസങ്ങളുണ്ട്. പലപ്പോഴും വിദേശത്ത് പോകുമ്പോഴേ നമ്മൾ അതിന്റെ പ്രയാസം അറിയൂ. ഫണ്ടുകൾ വരാൻ പോലും കേരളത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഏതൊരാളെയും മറ്റു പലതും ഉപയോഗിച്ച് ഭയപ്പെടുത്താനും ജനസേവനം തടയാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇനി നമുക്ക് പുറത്തുനിന്നൊന്നും പ്രതീക്ഷിക്കാനില്ല. ഇവിടുന്ന് ആരെ അങ്ങോട്ട് വിട്ടിട്ട് വാരിക്കൊണ്ടുവരാനും ഇല്ല. നമ്മളുടെ സക്കാത്ത്, നമ്മളുടെ സ്വതക്ക, നമ്മളുടെ വീട്ടിന്റെ പറമ്പിലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ, ഇതുകൊണ്ടൊക്കെയായിരുന്നു പണ്ട് കേരളത്തിലുള്ള ദീനുകൾ മുൻപോട്ട് പോയത്. അത് കണ്ടിട്ടായിരുന്നു കോടിക്കണക്കിന്റെ സ്വത്ത് അവർ വഖഫ് ചെയ്തതെങ്കിൽ ആ വഖഫിന്റെ മേലെ ഒരു സ്ഥാപനം ഉണ്ടാകുമ്പോ അത് പരിപാലിക്കലും റബ്ബ് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാ. ആ തിരിച്ചറിവോടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇതിനേക്കാൾ മനോഹരമായ റബ്ബിന്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും അഭയം നൽകുമാറാകട്ടെ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും അള്ളാഹു കാരുണ്യം കാണിക്കുമാറാകട്ടെ. നാദാ, ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് റബ്ബേ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. നാദാ, മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും
ആ ഖബറെന്ന ലോകത്ത് ഏറ്റവും സമാധാനമുള്ള ജീവിതം അവർക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ഒരു വസിയത്ത് കൂടി, ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നിലനിൽക്കാനും അധ്യാപകരുടെ ദീർഘായുസ്സിനും അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ആഫിയത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മളൊക്കെ പല തിരക്കിലും ആകുമ്പോ മക്കളുടെ ദീനിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചോടുന്ന ഒരു വലിയ കൂട്ടായ്മ ഉള്ളതുകൊണ്ടാ ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ നിലനിന്നു പോകുന്നത്. അത് നിലനിൽക്കാനും ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകാനും ഒന്നും ചെയ്യാനില്ലാത്തവനുള്ള അവസാനത്തേത് അല്ല ആദ്യത്തേത് തന്നെയാണ് ഹൃദയം തുറന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന ഈ സ്ഥാപനത്തിന്റെ നേരെ ഉണ്ടാകണമേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ എവിടെങ്കിലും അതിര് കടന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.